സ്പെയിനിൻ്റെ അധീനതയിലുള്ള ഉപദ്വീപായ സെവൂത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി മൊറോക്കോയിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയത് 60,000-ലേറെ പേരാണ്. ഇതിൽ 40-ലേറെ പേർ ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു വിഷയം ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പല ഏജൻസികളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഈ ഒരു അഭയാർത്ഥി പ്രവാഹത്തിന് പ്രധാന കാരണമായി നിൽക്കുന്നത് ജൂലൈ ആദ്യവാരം സ്പെയിൻ സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. എന്താണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ? അതായത് ഒന്നാമതായിട്ട് ഈ വിഷയം നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ജോഗ്രഫി, അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന സെവൂത്തയിലേക്ക് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു റെഫ്യൂജി ഇൻഫ്ലക്സ് എന്താണെന്നും അത് എന്താണ് അതിനുശേഷം ലോകത്ത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. അതായത് ഒന്നാമത്തെ കാര്യം, ഇത് സ്പെയിനിലേക്ക് ഒരു 24 മണിക്കൂർ ഉള്ളിൽ സമയത്തിനുള്ളിൽ 60,000-ഓളം ആളുകൾ ഇരിച്ചു കയറി എന്ന മട്ടിലാണ് ആദ്യം തന്നെ ആളുകൾ ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. പിന്നീടാണ് കൂടുതലായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. അതായത് സെവൂത്ത എന്നത് അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള പ്രാധാന്യം, സെവൂത്ത ഉള്ളത് വടക്കൻ ആഫ്രിക്ക എന്ന് പറയുന്ന ആ കരയിലാണുള്ളത്. ആ കരയിലെ ഒരു സ്പാനിഷ് ടെറിട്ടറിയാണ്. അതായത് അത് സ്പെയിൻ്റെ കോളനി അല്ല. UN അടക്കം അതിനെ ഒരു സ്പെയിൻ തന്നെയായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യൂറോപ്പിന് പുറത്തുള്ളൊരു യൂറോപ്പ്. നമുക്കറിയാം സ്പെയിൻ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്. ആ പറയുന്ന വലിയൊരു ഏജൻസിയുടെ ഭാഗമാണ്. ഈ പറയുന്ന സെവൂത്ത എന്ന് പറയുന്നതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ കര അതിർത്തി എന്ന് പറയുന്നത് മൊറോക്കോ ആണ്. അതായത് ആ കര അതിർത്തികളൊക്കെ തന്നെയും വളരെ ശക്തമായ രീതിയിൽ വളരെ ഭദ്രമായി അടച്ചിട്ടുമുണ്ട്. അതായത് അത് സ്പെയിൻ തന്നെയാണ്. സ്പെയിൻ്റെ കൃത്യമായി ഒരു സ്പെയിൻ, അവിടുത്തെ മുഴുവൻ ആളുകളും പൂർണ്ണമായി സ്പാനിഷ് പൗരരാണ്. ആ സ്ഥലത്തേക്കാണ് ഈ പറയുന്ന 60,000 ആളുകൾ അഭയാർത്ഥികളായി കടലിലൂടെ നീന്തി കയറുന്നത്. അപ്പം നേരത്തെ തന്നെ ഈ ചോദ്യം വരാം, എന്തുകൊണ്ട് ഇവർക്ക് ആ കരയിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല? അത് കര കൃത്യമായി അടച്ച് അവിടെ വലിയ സുരക്ഷ സ്പെയിനും ഒപ്പം തന്നെ മൊറോക്കോയും, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു കൃത്യമായ ഒരു ബൈലാറ്ററൽ കരാർ അനുസരിച്ചിട്ടാണത് നിയന്ത്രിച്ചു പോരുന്നത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ സർജ് എന്തുകൊണ്ടുണ്ടായി, അത് എന്തൊക്കെയാണ് ലോകത്ത് ഉണ്ടാക്കിയ ചർച്ചകൾ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ പല ആംഗിളുകൾ ചർച്ച ചെയ്യുന്നു. അതിലെ മതം ചർച്ച ചെയ്യുന്നു, വംശീയത ചർച്ച ചെയ്യുന്നു, ഗൂഢാലോചന ഉണ്ടോ എന്നത് ചർച്ച ചെയ്യുന്നു. അത്തരത്തിൽ വലിയ ചർച്ചയുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ട് അങ്ങനെ ചർച്ചയുണ്ടാക്കി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചർച്ചാ വിഷയം, അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്ന് പറയുന്നത് കുടിയേറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വശം. പിന്നെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലപാടുകളുടെ ഒരു പ്രശ്നം അവിടെയുണ്ട്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെയൊക്കെ ഒരു പ്രസക്തിയും ഇതിനുണ്ട് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ജൂലൈ 5-ന്, ജൂലൈ ആദ്യ വാരത്തിലെ സുപ്രീം കോടതി ഉത്തരവാണ്
ഇപ്പോൾ ഈ ഒരു തുറന്നു കൊടുക്കലിന് കാരണമായിട്ടുള്ളത്. അഭയാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചയക്കാൻ പാടില്ല എന്നായിരുന്നു ഉത്തരവ്. നേരത്തെ തന്നെ ഇടത് ചായ്വുള്ള ഈ ഭരണകൂടം അഭയാർത്ഥികളോടുള്ള സമീപനം അവിടെ പ്രതിപക്ഷം തന്നെ നേരത്തെ തന്നെ എതിർത്തിട്ടുള്ളതാണ്. ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഉണ്ടായ ചില സംഭവവികാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി അത് ഇപ്പോൾ കുറച്ച് കർശനമായ നിലപാട് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് എന്നുള്ളത് യഥാർത്ഥ ഒരു അഭയാർത്ഥി പ്രവാഹമായി കണക്കാക്കാൻ പറ്റില്ല, നമ്മളിത് തടയുക തന്നെ വേണമെന്നുള്ളത്. ഇത്തരം ചില ഇപ്പോഴത്തെ കറണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സർക്കാരിൻ്റെ സമീപനം? തീർച്ചയായിട്ടും. അപ്പം പെദ്രോ സാഞ്ചസ് നിലപാടാണ് ഇതിൽ ഏറ്റവും ചർച്ചയാകുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പെയിനിൻ്റെ നിലപാടുകൾ ഈ ഗ്ലോബൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇസ്രായേൽ പലസ്തീൻ വിഷയമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് 2023 ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ സ്പെയിൻ എടുത്ത നിലപാട്, പ്രത്യേകിച്ചും പെദ്രോ സാഞ്ചസ് എടുത്ത നിലപാട് അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധമായ നിലപാടായിരുന്നു. ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും അക്കാര്യത്തിൽ ഒരു പലസ്തീൻ രാഷ്ട്രവാദം തന്നെ ഉയർത്തിക്കൊണ്ടുള്ള നിലപാടെടുത്തു. മാത്രമല്ല വെസ്റ്റ് ബാങ്കിലടക്കം ഈ പറയുന്ന ഇസ്രായേലി കുടിയേറ്റങ്ങൾ കൂടുതലായി അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് നിലപാടെടുക്കുകയും അവിടുത്തെ ഏറ്റവും എന്താ പറയുക വാർത്തയിലൊക്കെ വന്നിട്ടുള്ള വെസ്റ്റ് ബാങ്കിലെ സെറ്റിലേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഉപരോധം ഏർപ്പെടുത്തുക നടപടികളൊക്കെ തന്നെയും സ്പെയിൻ സ്വീകരിച്ചു. ആ സ്പെയിൻ്റെ ഒരു പ്രദേശത്തേക്കാണ്, മൊറോക്കോയിലെ പ്രദേശത്തേക്കാണ് ഈ പറയുന്ന 60,000 ആളുകൾ കടന്നു കയറുമ്പോഴാണ് ഇവിടെ ഒരു ആൻറ്റി കൊളോണിയൽ നിലപാട് സ്വീകരിക്കുന്ന സ്പെയിൻ എന്തുകൊണ്ട് മൊറോക്കോയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ആഫ്രിക്കൻ കരയിലുള്ള ഒരു പ്രദേശം സ്പാനിഷ് പ്രദേശമായി കൈവശം വെച്ചിരിക്കുന്നു, അതൊരു കൊളോണിയൽ അധികാരമല്ലേ എന്ന ചോദ്യം വരുന്നു. മൊറോക്കോ ഈ പറയുന്ന പ്രദേശം തങ്ങളുടേതാണ് എന്ന് വാദിക്കുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ ഗോവ ഒരു ഉദാഹരണമാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആവുന്നതിന് മുമ്പ് തന്നെ ഗോവ പോർച്ചുഗീസ് ഭരണത്തിലായിരുന്നു. സമാനമായ ന്യായമാണ് സെബുത്തയുടെ കാര്യത്തിൽ സ്പെയിൻ ഉന്നയിക്കുന്നത്. അതായത് ഗോവ ഇന്ത്യൻ യൂണിയൻ ഉണ്ടായതിന് ശേഷമാണ് ഗോവ എന്ന പ്രദേശം പോർച്ചുഗീസ് അധികാരത്തിൽ നിന്ന് ഇന്ത്യ അനക്സ് ചെയ്യുന്നത് 1961-ലാണ്. അതുപോലെ സെബുത്ത എന്ന പ്രദേശവും മൊറോക്കോ തങ്ങളുടേതാണ് എന്ന് വാദിക്കുന്ന പ്രദേശമാണ്. ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ, അതായത് പലസ്തീൻ പ്രശ്നത്തിൽ ഒരു ആൻറ്റി കൊളോണിയൽ ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന സ്പെയിൻ എന്തുകൊണ്ട് സെബുത്ത മാത്രമല്ല ഈ പറയുന്ന ഈ നോർത്ത് ആഫ്രിക്കൻ വൻകരയിൽ ഒരു മലയ്യ എന്ന് പറയുന്ന പ്രദേശം കൂടിയുണ്ട്. അത് ഈ കുറച്ചും കൂടി കിഴക്കോട്ടാണ്. എനിക്ക് തോന്നുന്നത് 1992-ലാണ് ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിട്ടുള്ളത് സ്പെയിനും മൊറോക്കോയും തമ്മിൽ. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൊറോക്കോയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളെ അംഗീകൃത അഭയാർത്ഥികളെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചയക്കും എന്നുള്ള കരാർ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞതാണ്. നേരത്തെ തന്നെ ഇത്തരം ചില രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായിരുന്നപ്പോൾ മൊറോക്കോ സ്വീകരിച്ച ചില നിലപാടുകൾ വിമർശന വിധേയമായിരുന്നത്. സ്വാഭാവികമായിട്ട് അൾജീരിയയും മൊറോക്കോയും ആണ് സ്പെയിനുമായി അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ സ്പെയിന് കൈകാര്യം ചെയ്യുന്ന മുൻപ് കോളനി ആയിട്ടുള്ള 2 രാജ്യങ്ങൾ. ഈ മൊറോക്കോയുടെ കടുത്ത എതിരാളികളാണ് അൾജീരിയ എന്നുള്ളത് അവരുടെ സമീപനം സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ 2 രാജ്യങ്ങളുമായി വ്യാപാര കരാറിൽ ഉൾപ്പെടെ എല്ലാതരം ബന്ധം സൂക്ഷിക്കുന്നവരാണ് സ്പെയിൻ. അൾജീരിയയോട് ചായ്വ് പ്രകടിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ മൊറോക്കോ ചില സ്റ്റാൻഡ് എടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് ഈ അതിർത്തി കുറച്ച് ലൂസാക്കുകയും അഭയാർത്ഥികളെ പുറത്തേക്ക് പോകാൻ അനുവാദം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട് മൊറോക്കോയുടെ സ്റ്റാൻഡ് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇത്തരം ചില രാജ്യങ്ങൾ, ഇവർ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിന് പ്രധാന കാരണമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നേരത്തെ ഈ പറഞ്ഞ ഘടകങ്ങൾ അതിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതായത് ഈ അൾജീരിയയുമായിട്ടുള്ള സ്പെയിൻ്റെ ബന്ധം, മൊറോക്കോയുമായിട്ടുള്ള ബന്ധം, ഈ മേഖലയിലെ ചില പ്രശ്നങ്ങൾ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ സുപ്രീം കോടതി
സ്പെയിൻ്റെ സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യം. അതെ. അപ്പോൾ സ്പെയിൻ്റെ സുപ്രീം കോടതി ഈ അടുത്ത സമയത്താണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. അതായത് സ്പെയിൻ്റെ സുപ്രീം കോടതി ഉത്തരവ് ഇതാണ്. അതായത് കരയിലൂടെ വരുന്ന സമയത്ത് ഇവരെ പെട്ടെന്ന് തിരിച്ചയക്കുന്നു. അതായത് ഉടനടി, അതായത് ഒരു അഭയാർത്ഥി ശ്രമം ഉണ്ടായാൽ, അങ്ങനെ കടന്നു കയറാനുള്ള ശ്രമം ഉണ്ടായാൽ അപ്പോൾ തന്നെ അവരെ റിജക്റ്റ് ചെയ്യുന്ന ഒരു രീതി കടലിൽ പാടില്ല എന്ന നിലക്കാണ്. അതായത് ആ ഫ്രോണ്ടിയറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുവാണ് സുപ്രീം കോടതി ചെയ്തത്. അതായത് കടലിലൂടെ നീന്തി വരുന്ന ഒരാളെ ആ വരുന്ന വഴിക്ക് തടഞ്ഞാൽ അവരോട് സ്വീകരിക്കേണ്ടത് അവരെ ഉടനടി അങ്ങ് റിജക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. അവരെ ഇൻഡിവിജ്വലി എടുത്തിട്ട് നമുക്ക് അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അവരെ ആ നിലയ്ക്ക് തന്നെ ഒരു നിയമ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ ഉത്തരവിനെ ലളിതവത്കരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള പ്രചാരം കൊടുത്തു. അതായത് സുപ്രീം കോടതി ഈ പറയുന്ന ബാരിയറുകളെല്ലാം എടുത്തു മാറ്റുന്നു. ആർക്ക് വേണമെങ്കിലും ഈ സൗത്തേയിലേക്ക് പോകാം എന്ന നിലക്കുള്ളൊരു പ്രചാരണം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമ പ്രചാരണം ഇതിൽ പ്രധാന ഘടകമാണെന്ന് അത് വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായിട്ട് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും പോലുള്ള റീൽസൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ട് പ്രചോദനമായിട്ട് പറഞ്ഞു വരുന്നത്. ഓരോ ആൾക്കാരും നമ്മുടെ ഇതിൻ്റെ അതിർത്തി കടന്നു വരുന്ന ഓരോരുത്തരും റീൽസും മറ്റു സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ യൂറോപ്യൻ കരയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുക. അതിന് പ്രചാരണം കിട്ടിയത് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കുത്തൊഴുക്കിന് കാരണമായിട്ടുണ്ടാവില്ലേ? സ്വാഭാവികം. അതിനു മുമ്പ് തന്നെ, അതായത് ഈ പറയുന്ന 60,000 പേര്, നമുക്ക് സെവുത്തയിലുള്ള ആകെയുള്ളത് 80,000 പേര്. അത്രയുമാണ്. അതായത് അവിടെയുള്ള ആളുകളുടെ 70% ആളുകൾ 24 മുതൽ 48 മണിക്കൂറുകൾ കൊണ്ട് അവിടെ എത്തി. അവരിൽ പകുതിയോളം ഏതാണ്ട് അത്ര തന്നെ തിരിച്ചുപോയി എന്ന് പറയാൻ കഴിയും. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു പ്രചാരണം ഉണ്ടായി. അതായത് ഈ സുപ്രീം കോടതി അവിടുത്തെ നിയമം ഭയങ്കരമായിട്ട് ഇളവ് ചെയ്തു. അവിടെ കടന്നു കയറാം. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം വലിയ ജൻസി പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ഈ അഭയാർത്ഥികൾ, അതായത് ഇപ്പൊ സെവുത്തയിലേക്ക് കടന്നിട്ടുള്ള അഭയാർത്ഥികൾ ഒരു ക്ലാസിക്കൽ റെഫ്യൂജി ഇതിൽ വരുന്നതല്ല. നമുക്കറിയാം, ഇപ്പം സംഘർഷങ്ങളിൽ നിന്ന് ഓടിപ്പോവുക, ഏതെങ്കിലും തരത്തിലൊരു പീഡനങ്ങളിൽ നിന്ന് അതിജീവിച്ചു പോവുക എന്ന നിലക്കല്ല. ഇതെന്ന് പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ടൊരു ജീവിതം സാധ്യമാവുക. അതിന് മൊറോക്കോയിൽ ഉള്ള യൂറോപ്പാണല്ലോ ഈ സെവുത്ത. അവിടുത്തെ നിയമങ്ങൾ കുറച്ചും കൂടി, അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ ലോ വേറെയാണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ആ നിലയ്ക്ക് പരിഗണിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് ഒരുപക്ഷെ ഭാവിയിൽ ഇവിടേക്കുള്ള കുടിയേറ്റത്തിന് സഹായിച്ചേക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൂടുതൽ ആളുകളും വളരെ യുവാക്കളായിട്ടുള്ള ആളുകളായിരുന്നു എന്നതാണ്. അതിൽ 7,000 പേര് മൈനേഴ്സ് ആയിരുന്നു. ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചതാണ്. അതിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഞാനൊന്ന് നടക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയ പെൺകുട്ടി നീന്തി കയറി അവിടെ എത്തി. ഒരു 12കാരനായ ഒരു കുട്ടി ഇതുപോലെ മറ്റ് വീട്ടിൽ പറയാതെ നീന്തി കയറി ഇവിടെ എത്തി. അവരുടെയൊക്കെ വെർഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടായിട്ട് വേണം അമ്മയെ സഹായിക്കാൻ എന്ന് പറയുന്ന തരത്തിലുള്ള സംഗതികളും ഇതിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ പറയുന്നത് ഈ സാമ്പത്തിക അസമത്വം ഒരു ഘടകമാണ്, അതോടൊപ്പം തൊഴിലില്ലായ്മ വലിയൊരു ഘടകമാണ്. മൊത്തത്തിൽ 13% മൊറോക്കോയിലെ തൊഴിലില്ലായ്മ എന്നുള്ളത്. പക്ഷേ യുവജനങ്ങളുടെ ഇടയിൽ 24 വയസ്സിന് താഴെയുള്ളവരുടെ ഇടയിൽ അത് 29%. സ്വാഭാവികമായിട്ട് ആ ഒരു തൊഴിലില്ലായ്മ ഒരു പ്രധാന ഘടകമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവർ കടന്നു വന്ന വഴി എന്നുള്ളത് അല്ലേ, നമുക്ക് ഏകദേശം 40-ലേറെ പേര് മരിച്ചു. അതൊരു 1/2 കിലോമീറ്ററോളം കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു ചെറിയൊരു കടൽ ഭിത്തിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജഗൽ. ആ ഒരു കടൽ ഭിത്തിയുടെ കടന്നിട്ട് വേണം ഇവർക്ക് ഈ പുറത്തേക്ക് എത്താൻ. സ്വാഭാവികമായിട്ട് ഈ ചെറിയ കുട്ടികളെ വന്നുള്ളവരുടെ അതാ പറയാം, ടയറും ട്യൂബൊക്കെ ഇട്ടിട്ട് നീന്തി, അടിയൊഴുക്ക് വളരെ ഏറെയുള്ള ഒരു പ്രദേശമാണ്. ഈ വളരെ ആപൽക്കരമായിട്ടുള്ള ഈ ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ കടൽ ഭിത്തി കടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജീവഹാനി വരുത്തിയിട്ടുള്ളത്. പലരും ചെറിയ ചങ്ങാടം, കൂടുതലും ഈ പറഞ്ഞ പോലുള്ള ചെറിയ ട്യൂബ് ടയർ പോലുള്ളതൊക്കെ വെച്ചു. ഇതൊരു വലിയൊരു മനുഷ്യജീവൻ എടുക്കാനായിട്ടുള്ള പ്രധാന കാരണമായിട്ടുണ്ടല്ലോ. ആ ഒരു വരവ് എങ്ങനെയാണ് അവരുടെ ആ ഒരു കടൽപാത എന്നുള്ളത്? ഇത് ഇപ്പോൾ ഈ
പല നിലയ്ക്കും ആളുകൾ സെവുത്തയിലേക്കോ ഈ മലയിലേക്കോ കടക്കാനുള്ള ശ്രമം മുമ്പും നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ പല ആളുകളും നീന്തിയിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇതൊരു അതേ വൻകരയുടെ ഭാഗമായതുകൊണ്ട് തന്നെ 5 കിലോമീറ്ററോളം നീന്തി എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ പറയുന്ന ഈ ബാരിയറൊക്കെ നടന്നു കയറിയിട്ട് വന്നിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, മൊറോക്കോ ഇതിൻ്റെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു മൈഗ്രേഷൻ വെപ്പണൈസേഷന് വേണ്ടിയിട്ട് മൊറോക്കോ സഹായിച്ചിട്ടുണ്ടോ എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. മൊറോക്കോയുടെ ഭാഗത്ത് നിന്ന് ഈ റെസ്ട്രിക്ഷന് ശ്രമിച്ചിരുന്നില്ല. മുമ്പെടുത്തിട്ടുള്ള ഒരു തീവ്രമായി അവരെ തടഞ്ഞു നിർത്താനുള്ള ഒരു നിലപാട് മൊറോക്കോയിൽ അയവ് വരുത്തിയിട്ടുണ്ട് എന്ന ചർച്ച നടക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. 2021 അത് സംഭവിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നിടത്താണ് അതിന്റെ രാഷ്ട്രീയമുള്ളത്. അതായത് മൊറോക്കോയും സ്പെയിനുമായിട്ടുള്ള ബന്ധം എപ്പോൾ പ്രശ്നത്തിലാവുന്നു അപ്പോഴൊക്കെ സൗദിയിലേക്ക് വലിയ സർജ് ഉണ്ട്. 2021 സംഭവിച്ചതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മൊറോക്കോയുടെ അതിർത്തിയിലുള്ള വെസ്റ്റ് സഹാറ എന്ന് പറയുന്ന അത് സ്പാനിഷ് അധികാരത്തിലുണ്ടായിരുന്ന സ്ഥലമാണ്. സ്പെയിൻ പിന്നീട് മാറി. അവിടെ അധികാരത്തിന് അവകാശം ഉന്നയിക്കുന്നത് പിന്നീടുള്ളത് അൾജീരിയയാണ്. അപ്പൊ അൾജീരിയയുടെ ഒരു ബാക്കിംഗ് ഉള്ള ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവിന് 2021 സ്പെയിനിൽ കോവിഡ് ചികിത്സ നൽകി എന്നതുകൊണ്ട് മൊറോക്കോ സ്പെയിൻ ബന്ധം തെറ്റി. അന്നുണ്ടായി ഈ പറയുന്ന സൗദിയിലേക്ക് അഭയാർത്ഥി പ്രവാഹം. അതേപോലെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ജൂലൈ 20 സാഞ്ചസ് അൾജീരിയയിലേക്ക് പോയിട്ടുണ്ട്. അവർ അൾജീരിയയുമായി ചർച്ചകളൊക്കെ നടന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണ് എന്ന് നമുക്ക് ഒരു എത്തിച്ചേരാൻ കഴിയില്ല എങ്കിൽ പോലും ഇതാണ് ഈ വെസ്റ്റേൺ സഹാറ പ്രധാനമായിട്ട് ഇതിൽ പരാമർശിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. വെസ്റ്റേൺ സഹാറ എന്നുള്ളത് വളരെ ധാതു സമ്പത്ത് ഉള്ളതാണ്, വളരെ പ്രകൃതി വിഭവങ്ങൾ ഏറെയുള്ളതാണ്, ഒരു പ്രധാന എക്കണോമിക് ഒരു ഇതാണ്. നേരത്തെ സ്പെയിൻ്റെ കോളനി ആയിരുന്നു, അതിനുശേഷം മൊറോക്കോ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ മൊറോക്കോയിലെ ഈ വെസ്റ്റേൺ സഹാറ അതുകൊണ്ട് തന്നെ വാണിജ്യ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വെസ്റ്റേൺ സഹാറയുടെ അധികാരത്തിൽ സ്വാഭാവികമായിട്ട് പ്രധാനപ്പെട്ട സംഭവം US മൊറോക്കോ അധിനിവേശം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് പിന്നീട് വാണിജ്യ പങ്കാളിയായി ഇസ്രായേൽ എത്തുകയും ചെയ്തു. ചില തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾ ആ ഒരു ബന്ധത്തിലുണ്ടായിട്ടുണ്ട് വെസ്റ്റേൺ സഹാറയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വളരെ പരാമർശിക്കപ്പെടേണ്ടതും മൊറോക്കോയുടെ ഇപ്പോഴത്തെ നടപടികൾക്ക് കാരണമെന്ന് സൂചിപ്പിക്കാവുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കിപ്പോൾ അതിലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ പോലും ഈ അൾജീരിയയുമായുള്ള സ്പെയിൻ്റെ ബന്ധം, മൊറോക്കോയുമായുള്ള ബന്ധം, ഇതൊക്കെ തന്നെ ഇതിൽ ഘടകമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് ഉപരി ഇപ്പം വേറെ കോൺസ്പിറസി തിയറികൾ പ്രചരിക്കുന്നുണ്ട്. അതായത് സ്പെയിൻ്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഒരു എക്സ്പോസ്റ്റ് ഇട്ടു. അതായത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അറിയാം എന്ന മട്ടിലൊരു പോസ്റ്റ് ഇടുന്നു. കാരണം അത് പെട്ടെന്ന് ഇസ്രായേലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ, അതായത് ഇസ്രായേലിന്റെ UN പ്രതിനിധി ഡാനി ഡാനൻ ഒരു പോസ്റ്റ് ഇട്ടു. എന്തിനാണ് മൊറോക്കോയിൽ ഈ സെവുത്ത എന്ന് പറയുന്ന ഒരു കൊളോണിയൽ സ്പെയിൻ കൈകാര്യം ചെയ്യുന്നത്, അത് മൊറോക്കോയുടെ പ്രദേശമാണ് എന്ന മട്ടിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചു. അതായത് സദാസമയവും ഇസ്രായേലിനെ ലെക്ചർ ചെയ്യുന്ന സ്പാനിഷ് ഭരണകൂടം നിങ്ങൾ എന്തുകൊണ്ട് സെവുത്തയിൽ ഒരു കൊളോണിയൽ അധികാരം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന വിമർശനം വന്നു. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പുവന്തസ് പോസ്റ്റ് ഇട്ടത്. അതായത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാം. അതോടുകൂടി ഒരു വലിയ നിലക്കുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ പിന്നിൽ ഒരു മൊസാദ് അല്ലെങ്കിൽ അമേരിക്കൻ ബന്ധമുള്ള ഒരു വലിയ നിലക്കുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന നിലയ്ക്ക് ചർച്ചയും അങ്ങനെ ആളുകൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. മറു സൈഡിൽ തീവ്ര വലതുപക്ഷവാദികളൊക്കെ തന്നെയും ഇത് യൂറോപ്പിലേക്കുള്ള ഒരു മുസ്ലിം മൈഗ്രേഷനാണ്, അതിനെ കീഴടക്കാനുള്ള ശ്രമമാണ് എന്ന നിലയ്ക്കുള്ള ചർച്ചയും വേറൊരു വശത്തുകൂടി നടക്കുന്നുണ്ട്. ഈ രണ്ട് കോൺസ്പിറസികളുടെയും ഇടയിൽ ഫാക്റ്റുകൾ വേറെ ഉണ്ട്. അത് ആ ഫാക്റ്റുകളുടെ അവരവർക്ക് ഇഷ്ടമുള്ള ഫാക്റ്റുകൾ തിരഞ്ഞെടുത്ത് അതിന്മേൽ ഒരു വാദം ബിൽഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ്. യാഥാർത്ഥ്യം അവിടെ വേറെ ഉണ്ട്, അത് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വെസ്റ്റേൺ സഹാറ ഒരു ഘടകമാണ്. പിന്നെ കാനറി ദ്വീപ് സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ മുമ്പിലുണ്ടായിരുന്ന കാനറി ദ്വീപ് എന്നുള്ളത്
അറ്റ്ലാന്റിക്കിൻ്റെ നടുവിലുള്ള ഒരു ദ്വീപാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എത്തിയിട്ടുള്ളത്, സ്വാഭാവികമായിട്ടും എത്താറുള്ളത്. 3000 ചില്ലാനം പേര് അവിടെ എത്തിയിട്ടുണ്ട്, പ്രതിവർഷം എത്താറുണ്ട്, അഭയാർത്ഥികളായിട്ട് എത്താറുണ്ട് എന്നൊക്കെ പറയും. ഇത്തരം കുടിയേറ്റങ്ങൾ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഈ ആഫ്രിക്കൻ ഈ ഒരു ഇതിൽ നിർണായകമാകുന്നത്? ഇത് ഈ പറയുന്ന ഈ ഉണ്ടായിട്ടുള്ള ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഈ ചർച്ചകളൊക്കെ തന്നെ. എല്ലാം ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ സ്പെയിനിൽ തന്നെയുള്ള എന്താ പറയുക, പരമാധികാര ആവശ്യങ്ങൾ, സ്വാതന്ത്ര്യ ആവശ്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവുന്നുണ്ട്. കാറ്റലോണിയ ഒരു വിഷയമാവുന്നുണ്ട്. ആൻഡലൂസിന്റെ വിഷയം പലരും ഉയർത്തുന്നുണ്ട്. അപ്പം ഈ ഒരു കൊളോണിയലിസം പല രീതിയിൽ ആളുകൾ കൈകാര്യം ചെയ്തു. ഇപ്പോൾ സ്പെയിന് വേറൊരു വാദമുണ്ട്. അതായത് സൌത്ത എന്ന് പറയുന്നത് മൊറോക്കോയുടെ ഭാഗമാണെന്ന് മൊറോക്കോ പറയുമ്പോഴും അത് മൊറോക്കോ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്പെയിൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ UN അടക്കം അതിനെ ഒരു കോളനി ആയിട്ടല്ല ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് ഉദാഹരണങ്ങളൊന്നും തന്നെ ഒരു കൊളോണിയൽ എന്ന് പറയുന്ന ആരോപണം സ്പെയിനെ ബാധിക്കില്ല എന്നതിന്റെ ഒരു ലീഗാലിറ്റി സ്പെയിൻ അനുകൂലമായിട്ടുണ്ട്. UN ഒക്കെ നിലപാടുകൾ, അന്താരാഷ്ട്ര ഏജൻസികളുടെ നിലപാടുകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? അതാണ് UN ഇക്കാര്യത്തിൽ അതിനെ ഒരു കൊളോണിയൽ ഇതായിട്ട് കാണുന്നില്ല. അത് സെവുത്ത ഒരു കൊളോണിയൽ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെവുത്തയിലെ ജനങ്ങൾ അതിന്റെ സ്പാനിഷ് അധികാരത്തോട് ഒരു തരത്തിലും കലഹിക്കുന്നുമില്ല. അവർ പൂർണ്ണമായും സ്പെയിൻ അനുകൂലമാണ്. അപ്പൊ അവിടെ ഒരു ജനഹിതത്തിന്റെ പ്രശ്നം കൂടി ഇല്ല എന്നതാണ് കാര്യം. അപ്പൊ സെവുത്തയിലേക്ക് കടന്നാൽ ഇതിന്റെ ബേസിക് ആയ കാര്യം നമ്മൾ അതിനെ അടിസ്ഥാനപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ആളുകൾക്ക് നമുക്കറിയാം, അതൊരു യാഥാർത്ഥ്യമാണ്. മൊറോക്കോയിലെ തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട്, അവിടുത്തെ ജീവിത സാഹചര്യ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മെച്ചപ്പെടൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈഗ്രേഷൻ സാധ്യത മൊറോക്കോയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം മൊറോക്കോയെ അത്തരത്തിൽ വലിയൊരു പ്രശ്നമുള്ള മേഖലയായി അവർ കണക്കാക്കുന്നില്ല. അവിടെ നിന്നുള്ള അസൈലം ആപ്ലിക്കേഷൻ അവരങ്ങനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു യൂറോപ്യൻ യൂണിയൻ ടെറിട്ടറിയിലോ അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ റൂൾസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക, പിന്നെ അവിടെ നിന്ന് ശ്രമിക്കുക. അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന നിലയ്ക്ക് അവർ കണ്ടതാവാനും സ്പെയിൻ സ്വാഭാവികമായിട്ട് അഭയാർത്ഥികളെ കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഇതാണ്. ഈ അടുത്ത കാലത്താണ് 5 ലക്ഷം അഭയാർത്ഥികൾക്ക് താമസ വിസ അനുവദിച്ചത്. ഇത്തരം ചില അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായിട്ടുണ്ട് ഈ വിസ അനുവദിക്കുന്നത്. ചില കണക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത് 2025 1,44,396 അഭയാർത്ഥി അപേക്ഷകളാണ് സ്പെയിനിലേക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ വർഷം 1.67 ലക്ഷമായിരുന്നു. അതിൽ കുറച്ച് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ 7,838 പേർക്ക് ഔദ്യോഗികമായിട്ട് അഭയാർത്ഥി പദവി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു രാജ്യം 10,000-ഓളം പേർക്ക് ഒരു അഭയാർത്ഥി പദവി കൊടുക്കുക, ഏകദേശം 10,000 പേർക്ക് താൽക്കാലിക സംരക്ഷണം എന്നുള്ള പോലെയും കിട്ടിയിട്ടുണ്ട്. 57,333 പേർക്ക് മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ടുള്ള സംരക്ഷണമുണ്ട്. ഇത്തരത്തിൽ അഭയാർത്ഥികൾ ഒരു രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു വിഷയം ഒരു രാജ്യം സ്വാഭാവികമായിട്ട് അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വിഷയമല്ലേ ഒരു ഭരണാധിപനെ സംബന്ധിച്ചിടത്തോളം? അതെ, തീർച്ചയായിട്ടും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബോംബായിരുന്നു. കാരണം എന്തോ ആവട്ടെ അതിന്റെ കാരണം. പക്ഷേ 60,000 ആളുകൾ അവിടെ നിന്നാൽ അവരെ ഈ പറയുന്ന കോടതി ഉത്തരവ് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു നൂലാമാലയിൽ പെട്ടിട്ട് അവരെ ഏതെങ്കിലും തരത്തിൽ അസൈലം കൊടുക്കേണ്ടി വന്നാൽ അത് നോക്കൂ, അത് ഈ 60,000 പേർ കടന്നു. അതായത് ആദ്യ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ശിഥിലമാകുന്ന രീതിയിലുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആദ്യം തന്നെ ഇറ്റലിയിലെ ഇപ്പോൾ ജോർജ മെലോണി പറഞ്ഞു ഇത് തന്നെ ആശങ്കപ്പെടുത്തുന്നു. അപ്പൊ ഈ പറയുന്ന ഷെങ്കൻ കരാറ് റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ചെക്ക് റിപ്പബ്ലിക് അങ്ങനെ പറഞ്ഞു, ഡെൻമാർക്ക് പറഞ്ഞു, ജർമ്മനി നേരിട്ട് സ്പെയിനെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഇത് കൺസേണിങ് ആണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. ട്രംപ് വളരെ സ്ട്രൈറ്റ് ഇതായിട്ട് തന്നെ സാഞ്ചസിനെ തന്നെ കുറ്റപ്പെടുത്തി, സ്പെയിനിനെ കുറ്റപ്പെടുത്തി, വീക്കായിട്ടുള്ള ഒരു കുടിയേറ്റ അവരുടെ അതിർത്തികൾ വീക്കാണ് എന്ന നിലക്കൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കൂ, യൂറോപ്യൻ യൂണിയനെ ആകെ ഒന്ന് കുലുങ്ങി. ലോകം മുഴുവൻ യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന ഒരു കുടിയേറ്റ വിരുദ്ധത എന്ന് പറയുന്ന വികാരം അവിടെ ഉണ്ട് എന്നതും ഈ പറയുന്ന സർജ് കണ്ടതോടുകൂടി ഇനി 60,000 പേർ കൂടി വരികയോ എന്ന നിലയ്ക്ക് ഉള്ള ഒരു ആശങ്ക ജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്, അതിന് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. കടുത്ത തൊഴിലില്ലായ്മയും ദാരിദ്ര്യം എന്നതിലുപരി മൊറോക്കോയിലെ ഈ അഭയാർത്ഥി വിഷയം എന്നുള്ളത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അത് ഉരുത്തിരിഞ്ഞ ഒരു ഭൗമ രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകരാഷ്ട്രങ്ങൾ
ഇതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അന്താരാഷ്ട്ര ഏജൻസികൾ ഇതിൽ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. ഈ ഒരു കുടിയേറ്റം അല്ലെങ്കിൽ ഈ അതിജീവന പോരാട്ടം എത്ര നാൾ തുടരും എന്നതൊക്കെ ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്.